വാർത്തകൾ വിശദമായി നോക്കാം. മോൻസൺ മാവുങ്കലിനെതിരായ പോക്സോ കേസിലും KPCC അധ്യക്ഷൻ K. സുധാകരനെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സുധാകരൻ ഉള്ളപ്പോൾ തന്നെ പീഡിപ്പിച്ചതെന്ന് ആണ് കുട്ടിയുടെ മൊഴി. രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഭാഗമായി ഒരാൾക്കെതിരെയും കേസ് എടുത്തിട്ടില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. പ്രധാനമായിട്ടും കേസെടുത്തത് ഈ മോഷണവുമായിട്ട് ബന്ധപ്പെട്ട കേസാണ്. ആ കേസിന്റെ ഭാഗമായിട്ട് കൊടുത്ത മൊഴിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പുറത്തു വന്ന വിവരം. ആ വിവരം അനുസരിച്ച് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ തന്നെ പറഞ്ഞിട്ട് ആവശ്യമായ ചോദ്യം ചെയ്യൽ നടക്കും. ആ കുട്ടി പറഞ്ഞ മൊഴിയിൽ പീഡനം നടക്കുമ്പോൾ സുധാകരൻ ആ വീട്ടിലുണ്ടായിരുന്നു എന്നാണ്. ഉണ്ടായിരുന്നു. ഇത് അറിഞ്ഞിട്ടും അവരിടപെട്ടില്ല എന്നാണ്. ഞങ്ങൾക്ക് ഒരാളുടെ പേരിലും പ്രത്യേകമായി കേസെടുക്കണമെന്ന ഒരു തെറ്റായ ധാരണയും ഞങ്ങൾക്കില്ല. ആരാണോ കുറ്റം ചെയ്തവരുടെ പേരിൽ കേസെടുക്കണം. അതിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. എന്നാൽ K. സുധാകരനെതിരെ പോക്സോ കേസിൽ നിലവിൽ പരാതിയില്ലെന്നും സാമ്പത്തിക തട്ടിപ്പ് കേസിലാണ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതെന്നുമാണ് ക്രൈംബ്രാഞ്ചിന്റെ പ്രതികരണം. പുതിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സുധാകരന്റെ സഹായി എബിനെയും ചോദ്യം ചെയ്യും. ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. ഒപ്പം കൊച്ചിയിൽ നിന്ന് അനീഷ് കുമാറും ചേരും. ആദ്യം ഉമേഷ് ബാലകൃഷ്ണനിലേക്ക്. ഉമേഷ്, ഏത് സാഹചര്യത്തിലാണ് ഇത്തരം ഒരു ആരോപണത്തിന് MV ഗോവിന്ദൻ മുതിരുന്നത്? അത് പത്രവാർത്തകളുടെ അടിസ്ഥാനത്തിലാണെന്ന് അദ്ദേഹം പറയുന്നു. അത് മാത്രമാണോ ഈ ആരോപണത്തിന് ആധാരമായിട്ടുള്ളത്? MV ഗോവിന്ദൻ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ ലഭിച്ചിട്ടുണ്ട് എന്ന് കരുതേണ്ടതുണ്ടോ? പത്രപ്രവർത്തക യൂണിയൻ ജില്ലാ കമ്മിറ്റി നടത്തിയ മീറ്റ് ദ പ്രസ് പരിപാടിയിലായിരുന്നു അദ്ദേഹം ഇത്തരമൊരു ആരോപണം ഉന്നയിച്ചത്. അത് വെറുതെ സംസാരിക്കുമ്പോൾ ആമുഖമായി സംസാരിക്കുമ്പോൾ വെറുതെ പറഞ്ഞു പോയതല്ല. കൃത്യമായി വിവരങ്ങൾ ഒരു പേപ്പറിൽ എഴുതി വെച്ച് ആ പേപ്പർ നോക്കിയാണ് MV ഗോവിന്ദൻ ഈ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യാദൃശ്ചികമായി വന്നുപോയ ആരോപണമല്ല എന്ന് നമുക്കിതിൽ നിന്ന് വായിച്ചെടുക്കാം. എന്തായാലും അദ്ദേഹം പറഞ്ഞത് താൻ പത്രവാർത്തകളിൽ നിന്നും ക്രൈംബ്രാഞ്ചിൽ നിന്നും ഇക്കാര്യങ്ങൾ ക്രൈംബ്രാഞ്ചിനെയും പത്രവാർത്തയെയും കോട്ട് ചെയ്താണ് താൻ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നാണ്. തുടർന്ന് ക്രൈംബ്രാഞ്ച് ആരാണ് താങ്കൾ ആരാണ് ക്രൈംബ്രാഞ്ച് വിവരങ്ങൾ കൈമാറാൻ? പ്രത്യേകിച്ച് ഇത് 164 സ്റ്റേറ്റ്മെന്റ് ആണ്. പീഡിപ്പിക്കപ്പെട്ട അതിജീവിതയുടെ സ്റ്റേറ്റ്മെന്റ് അത് രഹസ്യമൊഴിയാണ്. ആ രഹസ്യമൊഴി എങ്ങനെയാണ് ക്രൈംബ്രാഞ്ചിൽ നിന്ന് താങ്കൾക്ക് ലഭിക്കുന്നത് എന്ന ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം നേരത്തെ പറഞ്ഞതിൽ നിന്ന് ഒരു കാര്യം മാറ്റി. അതായത് പത്രവാർത്തയിൽ നിന്ന് മാത്രമാണ് ഞാൻ ഈ ഒരു ആരോപണം ഉന്നയിക്കുന്നതാക്കി. എന്നാൽ ആ പത്രവാർത്തയെ താൻ പൂർണ്ണമായി വിശ്വസിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ ആരോപണം ഇപ്രകാരമാണ്: മോൻസൺ മാവുങ്കൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച സമയം അവിടെ K. സുധാകരൻ ഉണ്ടായിരുന്നു. K. സുധാകരൻ ഇത് അറിഞ്ഞിട്ടും തടഞ്ഞില്ല. ഈ മൊഴിയാണ് അല്ലെങ്കിൽ ഈ ആരോപണമാണ് ഉന്നയിച്ചത്. പക്ഷേ സ്വാഭാവികമായി ഇത് ആർക്ക് നൽകിയ മൊഴിയാണ് എന്ന് MV ഗോവിന്ദൻ കൃത്യമായി പറഞ്ഞിട്ടില്ല. അത് കോടതിയിൽ നൽകിയതാണോ? ഉമേഷ്, ഇവിടെ 2019 നടന്നൊരു സംഭവമാണ്. കേസിന്റെ വിചാരണ പൂർത്തിയായി മോൻസൺ ശിക്ഷിക്കപ്പെട്ടു കഴിഞ്ഞു. ഇതുവരെ ഈ സംഭവത്തിൽ K. സുധാകരൻ്റെ ഒരു മൊഴിയെടുത്തിട്ടില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഈ കേസുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെടുത്തിയിട്ടില്ല. അപ്പോഴെങ്ങനെയാണ് ഇങ്ങനെ ഒരു ആരോപണത്തിന് എന്തെങ്കിലും അടിസ്ഥാനമുണ്ട് എന്ന് കരുതാനാകുക? അത്തരത്തിൽ ഈ ആരോപണത്തിന് നിരവധി ഒരുപക്ഷെ ആശയക്കുഴപ്പങ്ങൾ അല്ലെങ്കിൽ അടിസ്ഥാനം അല്ലെങ്കിൽ ഒരു ക്രിമിനൽ നടപടിക്രമങ്ങളിൽ ചേരാത്ത ചില കാര്യങ്ങൾ ഇത് ഉൾപ്പെട്ടിട്ടുണ്ട്. അതിന് കൃത്യമായ വിശദീകരണം MV ഗോവിന്ദൻ നൽകുന്നുമില്ല എന്നുള്ളതാണ് വസ്തുത. അതിൽ പ്രധാനമായി മനു ചോദിച്ചതുപോലെ ഇതൊരു വിചാരണ പൂർത്തിയായ കേസാണ്. പ്രതിയെ മാതൃകാപരമായി ശിക്ഷിച്ചിരിക്കുന്നു. ഇതിൽ ഏത് ഘട്ടത്തിലാണ് ഇത്തരമൊരു മൊഴി നൽകിയത്? അത് അന്വേഷണ ഘട്ടത്തിലാണ് ക്രൈംബ്രാഞ്ചിനാണ് ഈ ഇര മൊഴി നൽകിയതെങ്കിൽ ആ ഘട്ടത്തിൽ ക്രൈംബ്രാഞ്ച് പ്രതി ചേർക്കപ്പെടേണ്ട ആളാണ് K. സുധാകരൻ. എന്നാൽ അപ്പോഴാണോ മൊഴി നൽകിയതെന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന് മറുപടിയില്ല. ഇത് വിചാരണ ഘട്ടത്തിൽ കോടതിയിലാണോ ഈ അതിജീവിത ഇത്തരമൊരു മൊഴി നൽകിയത് എന്ന ചോദ്യത്തിന് കൃത്യമായി മറുപടി പറയുന്നില്ല. ഒപ്പം കേസ് സ്വാഭാവികമായി ഇത്തരമൊരു കൂട്ടുപ്രതി ഇത് ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം ഒരു കുറ്റകൃത്യം അറിഞ്ഞിട്ടും തടഞ്ഞില്ല എങ്കിൽ അതും ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം അത് കുറ്റകൃത്യം മറച്ചുവെക്കുക, അതിനെ പ്രോത്സാഹിപ്പിക്കുക ഒക്കെ തുല്യമായ കുറ്റകൃത്യം പോലെ തന്നെയാണ് നമ്മൾ കരുതുന്നത്. ഞാൻ ഉമേഷിലേക്ക് മടങ്ങി വരാം. ഇപ്പോൾ MS അനീഷ് കുമാർ ഉണ്ട്, കൊച്ചിയിൽ നിന്ന് ചേരുന്നു. അനീഷ്, എന്താണ് ക്രൈംബ്രാഞ്ചിൻ്റെ ഒരു നിലപാട്? പങ്കില്ല എന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത്. പക്ഷേ ഈ പെൺകുട്ടി ദൃശ്യമാധ്യമങ്ങൾക്ക് ഇതിനു മുമ്പ് ഇത്തരം ഒരു മൊഴി നൽകിയിട്ടുണ്ട് എന്നുള്ള ഒരു വിവരം വരുന്നു. മറ്റ് മാധ്യമങ്ങളിൽ നിന്നാണ് തനിക്ക് ഈ വിവരം കിട്ടിയത് എന്ന് CPM സംസ്ഥാന സെക്രട്ടറി പറയുകയും ചെയ്യുന്നു. പക്ഷേ ക്രൈംബ്രാഞ്ച് ഇത് പൂർണ്ണമായും നിരാകരിക്കുക തന്നെയാണോ ചെയ്യുന്നത്?
ഇത്തരത്തിലൊരു മൊഴി ക്രൈംബ്രാഞ്ചിന് നൽകിയിട്ടില്ല എന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. പക്ഷേ സാമ്പത്തിക കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് കേസിൽ ചീറ്റിംഗ് കേസിലാണ് നിലവിൽ KPCC പ്രസിഡന്റ് കെ സുധാകരനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നതെന്ന് അവർ വ്യക്തമാക്കുന്നു. എന്നാൽ ഈ സാമ്പത്തിക കുറ്റകൃത്യവുമായി അദ്ദേഹത്തെ ബന്ധപ്പെടുത്തുന്ന ചില തെളിവുകൾ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിട്ടുണ്ട് എന്നും വ്യക്തമാക്കുന്നു. എന്നാൽ നിലവിൽ വന്നിരിക്കുന്ന വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും അദ്ദേഹത്തിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കും എന്നാണ് അല്പസമയം മുമ്പ് ക്രൈംബ്രാഞ്ച് പറയുന്നത്. അതായത് പോക്സോ കേസുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളും കെ സുധാകരനോട് ചോദിക്കും എന്ന് തന്നെയാണ്. ഒപ്പം ഈ കെ സുധാകരൻ കൊച്ചിയിലെത്തുമ്പോൾ, പ്രത്യേകിച്ചും മോൻസൺ മാവുങ്കലിൻ്റെ വീട്ടിലും മറ്റുമൊക്കെ എത്തുമ്പോൾ ഒപ്പം ഉണ്ടായിരുന്നത്, സഹചാരിയായി ഉണ്ടായിരുന്നത് ഒരു പ്രാദേശിക കോൺഗ്രസ് നേതാവ് കൂടിയായ എബിൻ എബ്രഹാമാണ്. എബിൻ എബ്രഹാമിൻ്റെ ഒപ്പമാണ് പലപ്പോഴും സുധാകരൻ എല്ലാ സമയത്തും ഈ വീട്ടിലേക്ക് എത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എബിൻ എബ്രഹാമിനെയും ഈ കേസുമായി ബന്ധപ്പെട്ട് വിളിച്ചു വരുത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിൽ നിന്ന് ലഭിക്കുന്ന മൊഴി. എന്തായാലും നിലവിൽ അതിജീവിതയുടെ മൊഴി സുധാകരനെതിരായി ഇല്ല എങ്കിൽ പോലും പുതിയ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ ഈ അതിജീവിതയോടുണ്ടായിരുന്ന സമയത്ത് സുധാകരൻ ഉണ്ടോ എന്നത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കും എന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത്. ഒപ്പം ഈ മോൻസൺ മാവുങ്കലിൻ്റെ വീട്ടിൽ സന്ദർശകരും നിത്യസന്ദർശകരുമൊക്കെയായി നിരവധി ആളുകൾ കയറി ഇറങ്ങിയിട്ടുണ്ട്. അതിൽ ഒരാൾ കൂടിയാണ് കെ സുധാകരൻ എന്ന് നമുക്ക് പറയാൻ കഴിയും. എന്നാൽ കെ സുധാകരനുമായി ബന്ധപ്പെട്ട ചില മൊഴികൾ ലഭിച്ച സാഹചര്യത്തിലാണ് ചോദ്യം ചെയ്യാൻ ഉദ്ദേശിച്ചതെന്നും വ്യക്തമാക്കുന്നു. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു ദൃശ്യമാധ്യമവുമായി ഈ അതിജീവിത സംസാരിച്ചപ്പോൾ ഇത്തരത്തിൽ ചില ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു എന്ന് നമുക്ക് മനസ്സിലായിരുന്നു. ഇതേ തുടർന്ന് ചില നിയമ നടപടികളൊക്കെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. പക്ഷേ അക്കാര്യങ്ങൾ പിന്നീട് മൊഴിയായി വന്നിട്ടില്ല എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ഈ നിമിഷം പറയുന്നത് അതിജീവിതയിൽ നിന്നും ഇത്തരം ഒരു മൊഴി നിലവിൽ കെ സുധാകരൻ. അനീഷ് തുടരണം. ഞാൻ ഉമേഷിലേക്ക് ഒന്നുകൂടി പോകേണ്ടതുണ്ട്. ഉമേഷ്, അങ്ങനെ ഒരു നീക്കമില്ല എന്ന് ക്രൈംബ്രാഞ്ച് പറയുന്നു. പക്ഷേ ഒരുപക്ഷെ ഇപ്പോൾ ഈ തർക്കങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിവാദം വന്ന സാഹചര്യത്തിൽ ഈ വിഷയം ഒന്നുകൂടി ചോദിച്ചേക്കാം. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ വിഷയം ഒരു രാഷ്ട്രീയ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരാൻ തന്നെയാണോ CPM ഉദ്ദേശിക്കുന്നത്? അങ്ങനെയല്ലേ ഒരുപക്ഷെ നമ്മളിപ്പോൾ ഈ CPM സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്? തീർച്ചയായും ഒരു കൃത്യമായ രാഷ്ട്രീയ ആരോപണമായി ഇത് നിൽക്കട്ടെ എന്നുള്ള കൃത്യമായ ബോധ്യം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം നിരന്തരമായി, അതായത് സാധാരണ ഒരു ആരോപണമായി പറഞ്ഞു പോയതാണോ, അത് മറ്റ് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് മാറിപ്പോയതാണോ തുടങ്ങിയതെല്ലാം വീണ്ടും ചോദിക്കാൻ മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ചോദിക്കാൻ കാരണം ഇതാണ്. കാരണം ഗുരുതര സ്വഭാവമുള്ള കേസാണ്, ഗുരുതര സ്വഭാവമുള്ള കുറ്റകൃത്യമാണ് കെ സുധാകരനെതിരെ ആരോപിക്കപ്പെടുന്നത്. അത് വെറുമൊരു ആരോപണമല്ല, കുറ്റകൃത്യമാണ്. സാധാരണ ഇത്തരത്തിൽ ഒരു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നത് അറിഞ്ഞിട്ടും തടഞ്ഞില്ല എന്നുള്ള ഗുരുതരമായ കുറ്റകൃത്യം, അതും കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെതിരെ. MB കൂടിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ നമ്മൾ നിരന്തരമായി ഒന്നിലധികം തവണ ഇക്കാര്യം ചോദിച്ചു. ഈ പറഞ്ഞ സംശയങ്ങൾ, ഒന്ന് ഏത് ഘട്ടത്തിലാണ് ഇത്തരമൊരു മൊഴി നൽകിയത്, ആരോടാണ് അത്തരമൊരു മൊഴി നൽകിയത്, എങ്ങനെയാണ് അന്വേഷണ ഘട്ടത്തിൽ ഈ മൊഴി പരിശോധിച്ച് ഒരു കേസ് എടുക്കുന്നതിലേക്ക് വരാത്തത് എന്തുകൊണ്ടാണ്? അപ്പോഴെല്ലാം അദ്ദേഹം ആ ചോദ്യങ്ങളിൽ നിന്ന് കൃത്യമായി മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുകയാണ്. ഏറ്റവും അവസാനം അദ്ദേഹം എത്തിപ്പെട്ടത് ഇത് ദേശാഭിമാനിയിൽ വന്ന വാർത്തയാണ്, ആ വാർത്തയെ താൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു, ആ വാർത്ത കോട്ട് ചെയ്ത് പൂർണ്ണ ഉത്തരവാദിത്തോടു കൂടിയാണ് താൻ ഇത്തരമൊരു ആരോപണം ഉന്നയിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഈ രഹസ്യമൊഴിയാണ് എന്നുള്ള വസ്തുതയെന്നും ഒരുപക്ഷെ അദ്ദേഹം പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടായിരിക്കില്ല അദ്ദേഹം ഇത്തരം വാർത്താ സമ്മേളനത്തിൽ ഇത് പറഞ്ഞത്. തുടർന്ന് മാധ്യമപ്രവർത്തകർ ഇതൊരു രഹസ്യമൊഴിയാണ്, ഈ രഹസ്യമൊഴി എങ്ങനെ ക്രൈംബ്രാഞ്ച് നിങ്ങൾക്ക് തന്നു, അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചിനെ എങ്ങനെ നിങ്ങൾക്ക് കോട്ട് ചെയ്യാൻ കഴിയുന്നു എന്ന് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം അത് മാറ്റി, ഇത് പത്രവാർത്തയാണ്, അത് പിന്നീടാണ് അദ്ദേഹം പറഞ്ഞത് ദേശാഭിമാനിയിൽ വന്ന വാർത്തയാണ്, താൻ അത് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ടാണ് ഇത്തരമൊരു ആരോപണം ഉന്നയിക്കുന്നത്. എന്തായാലും ഇത്തരമൊരു രാഷ്ട്രീയ ആരോപണം എന്നതിലുപരി ഇതൊരു കുറ്റകൃത്യം ആരോപിക്കപ്പെടുകയാണ് കെ സുധാകരനെതിരെ. ഒരു കുറ്റകൃത്യം ആരോപിക്കുന്നു, അതിനെ ഒരു രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്, അല്ലേ? അങ്ങനെയല്ലേ? തീർച്ചയായും വരും ദിവസങ്ങളിൽ അത് രാഷ്ട്രീയ ആയുധമായി സ്വാഭാവികമായി യൂത്ത് കോൺഗ്രസും DYFI അടക്കമുള്ള മറ്റ് ഘടകകക്ഷികൾ അടക്കമുള്ളവർ ഇതൊരു രാഷ്ട്രീയ ആരോപണമായി ഏറ്റെടുത്ത് കെ സുധാകരനെതിരെ വീണ്ടും പ്രതിഷേധങ്ങളും മറ്റും നടത്തിയാലും അതൊരു അത്ഭുതപ്പെടേണ്ടതില്ല. ഞാൻ ഉമേഷിലേക്ക് മടങ്ങി വരാം. ഒന്നുകൂടി അനീഷിലേക്ക് പോകേണ്ടതുണ്ട്. അനീഷ്, ഇത് ഒരു ദേശാഭിമാനിയിൽ വന്നു അല്ലെങ്കിൽ ഒരു മാധ്യമത്തിൽ വന്നു എന്ന വിവരമാണ് ഇപ്പോൾ MV ഗോവിന്ദൻ പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് വിശ്വസിച്ചുകൊണ്ടാണ് താൻ ഈ പ്രതികരണം നടത്തുന്നത് എന്ന് അദ്ദേഹം പറയുന്നത്. അനീഷ് നേരത്തെ സൂചിപ്പിച്ചു ഇങ്ങനെ മറ്റൊരു ദൃശ്യമാധ്യമത്തിൽ ഇത്തരത്തിലൊരു പ്രതികരണം. പക്ഷേ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും ക്രൈംബ്രാഞ്ച് ഇതിൻ്റെ അന്വേഷണ ഘട്ടത്തിൽ ഒരിടത്തും ഇത്തരമൊരു സാഹചര്യത്തെക്കുറിച്ച് മനസ്സിലാക്കിയില്ലെന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്?
164 CRPC നിയമപ്രകാരം എടുത്ത സ്റ്റേറ്റ്മെൻറ്റിൽ ഇത് സംബന്ധിച്ചുള്ള ഒരു പരാമർശവുമില്ല എന്ന് തന്നെയാണോ തറപ്പിച്ച് ക്രൈംബ്രാഞ്ച് പറയുന്നത്? സ്വാഭാവികമായും അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അവർക്കത് എടുക്കാതിരിക്കാൻ പറ്റില്ലായിരുന്നു. പിന്നീട് ആ വിഷയം കരുതിക്കൂട്ടി അന്വേഷിക്കാതിരുന്നതാണോ എന്നാണോ നാം മനസ്സിലാക്കേണ്ടത്? എന്താണ് ഇത് ഇവിടെ സംഭവിച്ചത്? 2019 ഈ വിഷയം ഉയർന്നു വരുന്നു. പിന്നീട് ഇത് പല തരത്തിലൊക്കെ ചർച്ചയായിട്ടും ഇത് എന്തുകൊണ്ട് അന്വേഷണത്തിൻ്റെ ഭാഗമായി വന്നില്ല എന്നാണ് നാം കരുതേണ്ടത്. എന്തായാലും അക്കാര്യം നമുക്കിപ്പോഴും വ്യക്തമല്ല. കാരണം ഈ കുറ്റകൃത്യം നടന്നതിന് ശേഷം ഏതാണ്ട് മോൻസൺ മാവുങ്കൽ പിടിയിലാവുന്നത് വരെ ഈ നിരന്തരമായ പീഡനങ്ങൾ കുട്ടിക്ക് നേരെ ഉണ്ടായിക്കൊണ്ടിരുന്നു എന്നത് കൃത്യമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. എന്തായാലും ഈ പറയപ്പെടുന്ന ദിവസങ്ങളിൽ ഒരു പക്ഷേ കെ സുധാകരൻ അവിടെ ഉണ്ടാവാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ഈ ഒരു കോസ്മെറ്റിക് വിദഗ്ധൻ എന്ന രീതിയിലുള്ള ചികിത്സയ്ക്കാണ് അവിടെ പോയതെന്ന് പറയുന്നു. പലവട്ടം അയാളുടെ ഓഫീസിൽ ട്രീറ്റ്മെൻറ്റ് മുറിയിലൊക്കെ അടക്കം പോയി എന്ന് പറയുകയും ചെയ്യുന്നു. എന്തായാലും ഈ ഒരേ സമയത്ത് ഇരുവരും അവിടെ ഉണ്ടാവാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. നമുക്ക് ഇന്നലെ ഈ വിശദാംശങ്ങളുമായി വിധിപ്പകർപ്പൊക്കെ പരിശോധിച്ചോളും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ മ്യൂസിയം എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ മുകൾ ഭാഗത്തായി 2 മുറികളുണ്ട്. ഒരിടത്താണ് ഈ മോൻസൺ മാവുങ്കൽ ആളുകളെ ട്രീറ്റ്മെൻറ്റിന് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് നൽകുന്ന മുറി. തൊട്ടിപ്പുറത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു മോൻസൺ മാവുങ്കലിൻ്റെ ഒരു കിടപ്പ് മുറി എന്ന രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു മുറിയുമുണ്ട്. അതുകൊണ്ട് ഒരു പക്ഷേ ട്രീറ്റ്മെൻറ്റിനായി അദ്ദേഹം ഈ കെ സുധാകരൻ അവിടേക്ക് പോയപ്പോൾ മറുവശത്ത് ഈ പെൺകുട്ടി എത്തുകയോ അല്ലെങ്കിൽ അത്തരത്തിലൊക്കെ സംഭവങ്ങൾ നടന്ന് കാണാമോ എന്ന് നമുക്ക് അറിയാൻ കഴിയില്ല. എന്തായാലും അക്കാര്യം നിലവിൽ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴും എന്തെങ്കിലും പരാമർശങ്ങളുണ്ടോ എന്ന കാര്യത്തിൽ കൃത്യമായൊരു വിവരങ്ങളില്ല. വിധിപ്പകർപ്പൊക്കെ പൂർണ്ണമായി പരിശോധിച്ചാലായിരിക്കും ഒരുപക്ഷെ അങ്ങനൊരു മൊഴിയുണ്ടോ എന്ന് പോലും അറിയാൻ കഴിയുക. രഹസ്യ മൊഴിയാണ് പെൺകുട്ടി നൽകിയിരിക്കുന്നതെങ്കിൽ അതും ഈ പുറത്ത് വന്നിരിക്കുന്ന പബ്ലിക് ഡോക്യുമെൻറ്റിൽ കാണുന്നതിനും സാധ്യതയില്ല. എന്തായാലും നിലവിൽ ഈ അതിജീവിതയുടെ മൊഴിയിൽ ഇല്ല എന്ന് തന്നെ ക്രൈംബ്രാഞ്ച് സ്ഥിരീകരിക്കുമ്പോൾ ഒരുപക്ഷെ അവിടെ എത്തിപ്പെടാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നും പറയുന്നു. നിരവധി ആളുകൾ പല കാലഘട്ടങ്ങളിലായി ഈ പീഡനങ്ങൾ ഓരോന്നും നടന്ന സമയങ്ങളിലായി പല ആളുകൾ ആ വീട്ടിൽ കയറി ഇറങ്ങിപ്പോയിട്ടുള്ള ആളുകളാണ് എന്നും പറയുന്നു. എന്തായാലും ഇക്കാര്യത്തിൽ എബിൻ എബ്രഹാമിനെ ചോദ്യം ചെയ്യാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസിന് കൃത്യമായ ഒരു മൊഴി എന്ന രൂപത്തിൽ കിട്ടിയില്ലെങ്കിൽ പോലും ഈ പുറത്തു വരുന്ന ആരോപണങ്ങൾ മാധ്യമങ്ങളിൽ വരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ ഇക്കാര്യം ചെയ്യുന്നതിൽ തടസ്സമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഒരു കുറ്റകൃത്യം തീർച്ചയായും അങ്ങനെ ഒരു വിവരം ആരായുന്നതിൽ തടസ്സമില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ തീർച്ചയായും ഈ വിവരം ചോദിക്കും എന്ന് തന്നെയാണ് പറയുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഈ പോക്സോ കേസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചെയ്യൽ കേസ് സുധാകരനെ അനീഷ ഞാൻ ഒന്ന് ഇടപെടുകയാണ്. വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. നമുക്ക് ഒന്ന് അതിലേക്ക് പോകേണ്ടതുണ്ട്. വി ഡി സതീശനിലേക്ക്. സംസ്കൃത യൂണിവേഴ്സിറ്റിയിലെയും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പുറത്തു വന്നതിൻ്റെ പിന്നാലെ കായംകുളം MSM കോളേജിൽ നിന്നും ഒരു SFI നേതാവ് BCom പാസ്സാകാതെ MCOമിന് ചേർന്ന കഥ കൂടി പുറത്തു വന്നിരിക്കുകയാണ്. എന്നിട്ട് ന്യായീകരണവുമായിട്ട് ചില നേതാക്കൾ ഇറങ്ങിയിരിക്കുകയാണ്. അതിൽ 2017-2020 കാലഘട്ടത്തിലാണ് BCOമിന് അവിടെ പഠിച്ചത്. അവിടെ പഠിക്കുമ്പോൾ 2018-19 യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറും 19-20 കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു. ആ ആള് 2018-21 കലിംഗ യൂണിവേഴ്സിറ്റിയിൽ BCOമിന് ചേർന്നു എന്നുള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കി MCOമിന് ചേരുകയാണ്. ഇതിന് എങ്ങനെയാണ് ന്യായീകരിക്കാൻ പറ്റുന്നത്? കേരള യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സമയത്ത് കേരള യൂണിവേഴ്സിറ്റിയുടെ കോളേജിൽ പഠിക്കുന്ന ആ 3 വർഷം പഠിക്കുന്നതിലെ 2 വർഷം എടുത്തിട്ട് കലിംഗ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് BCom പാസ്സായി എന്ന് പറഞ്ഞു വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാണ്. കോളേജ് മാനേജ്മെൻറ്റ് തന്നെ പറഞ്ഞു, പ്രധാനപ്പെട്ട ചില നേതാക്കൾ വിളിച്ചു പറഞ്ഞിട്ടാണ് അഡ്മിഷൻ കൊടുത്തതെന്ന്. അപ്പോൾ ഈ CPM നേതാക്കന്മാരുടെ ജോലി ഇതാണോ? പാസ്സാകാത്തവന് കള്ള സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ചു കൊടുക്കുകയും കിട്ടാത്ത അഡ്മിഷൻ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ജോലിയാണോ CPM നേതാക്കന്മാർക്ക്? ഇപ്പോൾ ഇവിടെ ഈ മഹാരാജ് കോളേജിൽ ഗസ്റ്റ് ലെക്ചറായിരുന്നു എന്ന് വ്യാജരേഖ ഉണ്ടാക്കിയ പെൺകുട്ടിക്കും ഈ വ്യാജരേഖ ഉണ്ടാക്കി കൊടുത്തത് CPM നേതാക്കളാണ്. ഏറ്റവും രസകരമായ കാര്യം, ഞാൻ ഞെട്ടിപ്പോയ കാര്യം, കായംകുളത്തെ കേസ് അന്വേഷിക്കാൻ പോകുന്ന ആരാ? മഹാരാജ് കോളേജിൽ ആരോപണ വിധേയനായ SFI സംസ്ഥാന സെക്രട്ടറി. അദ്ദേഹമാണ് ഇത് അന്വേഷിക്കാൻ പോകുന്നത്. കായംകുളത്തെ കേസ് അന്വേഷിക്കാൻ പോകുന്നു. അദ്ദേഹത്തിൻ്റെ കഥ അറിയാമല്ലോ. അദ്ദേഹത്തിൻ്റെ വെബ്സൈറ്റിൽ വന്നു NICയുടെ റിസൾട്ട് വരുമ്പോൾ അതിൽ തെറ്റ് പറ്റാറുണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. തെറ്റ് പറ്റുന്നുണ്ടെങ്കിൽ തെറ്റ് ഇതിനു മുമ്പ് പറ്റിയിട്ടുണ്ടെങ്കിൽ പരിശോധിക്കുമല്ലോ. ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് അടക്കമുള്ള ആളുകൾ പരിശോധിച്ചിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ റിസൾട്ട് മഹാരാജാസിലെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു.
മഹാരാജാസിൻ്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞപ്പോൾ മെയ് 22 തീയതി വേറൊരു അധ്യാപകരുടെ 185 പേരുള്ള ഗ്രൂപ്പിലേക്ക് ഇത് തെറ്റാണ്, ഇയാൾ പരീക്ഷ എഴുതിയിട്ടില്ല, ഇയാൾ പരീക്ഷ എഴുതാതെ ഇയാൾ പാസ്സായി എന്ന് കാണിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. KSU പ്രവർത്തകർ റൈറ്റ് ടു ഇൻഫർമേഷൻ അനുസരിച്ച് ലെറ്റർ കൊടുത്തു. അപ്പോഴൊന്നും ഇയാളെ മാറ്റുന്നില്ല. ജൂൺ 5 തീയതി വീണ്ടും KSU നേതാക്കൾ ഇത് വിവാദമായി പുറത്തു കൊണ്ടുവന്നപ്പോഴാണ് ഇത് തെറ്റുപറ്റിയതാണെന്നെല്ലാം പറയുന്നത്. ഇല്ലെങ്കിൽ ഇയാൾ പാസ്സായതാണ്. അപ്പോൾ ഈ ദിവസങ്ങളെല്ലാം മെയ് മാസത്തിൽ തന്നെ അവർക്ക് അറിയാമായിരുന്നു പരീക്ഷ പാസ്സാകാത്ത ആൾ പാസ്സായി എന്ന് തെറ്റായി വെബ്സൈറ്റിൽ വന്നിരിക്കുന്നു. അങ്ങനെ ഒരു വിവരം കിട്ടിയാൽ അധ്യാപകരുടെ ഗ്രൂപ്പിൽ പ്രചരിച്ചിട്ട് പോലും അങ്ങനെ ഒരു വിവരം കിട്ടിയാൽ ഒരു അടുത്ത മിനിറ്റിൽ അതവിടെ നിന്ന് നീക്കം ചെയ്യണ്ടേ, അതായത് തെറ്റുപറ്റിയെന്ന് പറയണ്ടേ? അത് അവിടെ കിടക്കുമായിരുന്നു. കുറേ ദിവസങ്ങളോളം അവിടെ കിടക്കുകയായിരുന്നു. അവസാനം KSU അത് വിവാദമാക്കുകയും മാധ്യമങ്ങൾ അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തപ്പോഴാണ് വേറെ ന്യായമൊക്കെയായിട്ട് വരുന്നത്. അത് കുറ്റവാളികളാണ്. മാത്രമല്ല അവിടെ ഇതിനൊന്നും കൂട്ടുനിൽക്കാത്ത ഒരു അധ്യാപകനെതിരായിട്ട് SFI DYFI നേതാക്കന്മാരുടെ സൈബർ ആക്രമണം എത്രയാണ്. ആ ഒരു അധ്യാപകനെ കുറിച്ച് പറയാൻ പാടില്ലാത്ത ഏറ്റവും മോശമായ വാക്കുകൾ പറഞ്ഞ് അയാളുടെ വീട് എവിടെയാണെന്ന് പോയി അന്വേഷിച്ച് കണ്ടുപിടിച്ച് ആ വീട് കത്തിക്കണം, ആ വീട് തകർക്കണം, അവനെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ അനുവദിക്കരുത് എന്ന് സൈബർ വെട്ടുകളി സംഘങ്ങൾ ആക്രമിക്കുകയാണ് ഒരു അധ്യാപകനെ. ഈ വൃത്തികേടിനൊന്നും കൂട്ടുനിൽക്കാത്തതിൻ്റെ പേരിൽ ഒരു അധ്യാപകനെ ആക്രമിക്കുകയാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കായംകുളം MSM കോളേജിലെ കോമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ്, അയാൾക്കറിയാൽ ഇയാളിവിടെ പഠിക്കുന്ന ആളാണെന്ന്. അയാളുടെ കോളേജിലെ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറാണ്, യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയാണ്. ഇയാളിവിടെ പഠിക്കുന്നുണ്ടെന്ന് ആ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റിന് അറിയാലോ. അപ്പോഴാണ് അയാൾ അവിടെ പഠിക്കുന്ന സമയത്തെ കാലവും കൂടി കണക്കാക്കി കലിംഗ യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുമ്പോൾ ഈ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് അറിഞ്ഞുകൊണ്ടല്ലേ ഇയാൾക്ക് MCOMന് അഡ്മിഷൻ കൊടുത്ത്? ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റിന് അറിയില്ല, ഈ കുട്ടി അറിയില്ല. ഈ കുട്ടി കോളേജിൽ അറിയാവുന്ന ആളാണല്ലോ, കോളേജ് യൂണിയൻ ഭാരവാഹിയല്ലേ, അത് അറിയാമല്ലോ. അപ്പം ഞാൻ പറഞ്ഞ കുറേ ഇടതുപക്ഷ ഈ CPM അനുകൂല അധ്യാപക സംഘടനകൾ കൂടി ഈ പരീക്ഷ എഴുതാതെ പാസ്സാകാനും മാർക്ക് കൂട്ടി കൊടുക്കാനൊക്കെ പാർശ്വന് ആദ്യത്തെ പരീക്ഷ എഴുതിയപ്പോൾ മലയാളത്തിൽ 100-ൽ 100, അടുത്ത പരീക്ഷയിൽ 0. എന്താണിത്? ഇന്നൊരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് മാനേജർ പറഞ്ഞിരിക്കുന്നത് അതൊരു രാഷ്ട്രീയ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് ഈ MSM കോളേജിൽ അഡ്മിഷൻ കൊടുത്തതെന്ന്. ആ രാഷ്ട്രീയ ശുപാർശ ആരായിരിക്കും വെളിപ്പെടുത്തുന്നില്ല. അത് മുതിർന്ന CPM നേതാക്കന്മാരെ. എൻ്റെ ആദ്യത്തെ വാചകം എന്താ, SFI കാണിക്കുന്ന വൃത്തികേടുകൾക്ക് കുടപിടിച്ചു കൊടുക്കുന്ന CPM നേതാക്കളെ കുറിച്ച് ഓർത്തു. രണ്ടുപേരും അപഹാസ്യരാവുകയാണ്. എല്ലാ സംവിധാനവും പാർട്ടി ചെയ്തു കൊടുക്കുകയാണ്. ഈ കാലടി സർവകലാശാല വൈസ് ചാൻസലറെ ഈ സംവരണം അട്ടിമറിച്ചിട്ടാണല്ലോ അവിടെ ഗവേഷണത്തിന് ഈ പെൺകുട്ടിക്ക് അനുവാദം കൊടുത്ത്. ഏത് നേതാവാണ് വിളിച്ചത്? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി VC. കായംകുളം MSM കോളേജിലെ മാനേജറെ ആരാണ് വിളിച്ചത്? CPM നേതാക്കളാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് മാധ്യമങ്ങളെ കണ്ടത്. ഈ MSM കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ തന്നെയാണ്, അതിൽ 2 വർഷത്തിലാണ് ഈ കലിംഗ യൂണിവേഴ്സിറ്റിയിലും നിഖിൽ തോമസ് പഠിച്ചത് എന്നാണ് പ്രതിപക്ഷ നേതാവ് ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നത്. ഇത് ഒത്താശ ചെയ്തു കൊടുത്തത് ഈ ഇടത് അധ്യാപകരാണ് എന്ന് അദ്ദേഹം പറയുന്നു. ഈ കോമേഴ്സിലെ HODക്ക് അവിടെ പഠിച്ച യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ എന്ന യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്ന നേതാവിനെ അറിയില്ല എന്ന് പറയുന്നത് വിശ്വസിക്കാനാവില്ല. അങ്ങനെ ഒരാൾ അതേ കാലയളവിൽ മറ്റൊരു സർവകലാശാലയിൽ പഠിച്ചു എന്ന സർട്ടിഫിക്കറ്റുമായി വരുമ്പോൾ അത് മനസ്സിലാക്കാത്തത് എന്തുകൊണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ച് ചോദിക്കുകയും ചെയ്യുന്നു. ഈ ആലപ്പുഴയിലെ SFI വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വിവാദത്തിൽ കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗത്തിനെതിരെയും ആരോപണമുണ്ട്. സിൻഡിക്കേറ്റ് അംഗം KH ബാബുജാൻ ആണ് നിഖിലിനെ സഹായിച്ചത് എന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ ആരോപണം. കേരള സർവകലാശാലയുടെ തുല്യതാ സർട്ടിഫിക്കറ്റ് നേടുന്നതിനായുള്ള അപേക്ഷാ ഫോമാണിത്. റെഗുലർ ഫുൾ ടൈം ബിരുദ കോഴ്സുകൾ പഠിച്ചവർക്കാണ് സർട്ടിഫിക്കറ്റിനായി അപേക്ഷ നൽകാനാകൂ എന്ന് തുടക്കത്തിൽ തന്നെ സർവകലാശാല വ്യക്തമാക്കുന്നു. മാത്രമല്ല, അപേക്ഷയ്ക്കൊപ്പം പഠിച്ച യൂണിവേഴ്സിറ്റിയുടെ സിലബസ്, ഡിഗ്രി സർട്ടിഫിക്കറ്റ്, മാർക്ക് ലിസ്റ്റിന്റെ പകർപ്പുകൾ എന്നിവയും സമർപ്പിക്കണം. എന്നാൽ തുല്യതാ സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് യൂണിവേഴ്സിറ്റി സിലബസ് മാത്രമേ നോക്കാറുള്ളൂ എന്നും മാർക്ക് ലിസ്റ്റുകൾ പരിശോധിക്കാറില്ല എന്നുമുള്ള വിചിത്രവാദമാണ് സിൻഡിക്കേറ്റ് അംഗം കൂടിയായ CH ബാബുജാൻ മുന്നോട്ട് വയ്ക്കുന്നത്. ഈക്വലൻസി അവിടുത്തെ കോഴ്സിന്റെ കണ്ടന്റും ഇവിടുത്തെ കോഴ്സിന്റെ കണ്ടന്റും തമ്മിൽ നോക്കിയിട്ട് അതിന് ഈക്വലൻസി കൊടുക്കാവുന്നതാണെന്ന് റെക്കമെൻഡ് അത്ര മാത്രമേ ഉള്ളൂ.
ബാക്കിയെല്ലാം അവിടെ. ബാക്കി മാർക്ക് ലിസ്റ്റ് പരിശോധിച്ചെടുക്കുക എന്നുള്ളത് കോളേജിന്റെ ഉത്തരവാദിത്തം. അതെല്ലാം കോളേജ് ചെയ്യേണ്ട, അതെല്ലാം കോളേജിന്റെ കാര്യം. വെച്ച് പരിശോധിച്ചാണ് ഈക്വലൻസ്. ഇനി ഈ ചിത്രങ്ങൾ ഒന്ന് കാണാം. കലിംഗയിൽ റെഗുലർ വിദ്യാർത്ഥിയായി പഠിച്ചുവന്ന നിഖിൽ അവകാശപ്പെടുന്ന സമയത്ത് MSM കോളേജിലെ ബികോം വിദ്യാർത്ഥിയായിരുന്നു എന്നതിന്റെ തെളിവാണ് ഈ ചിത്രങ്ങൾ. പിന്നെ എങ്ങനെയാണ് നിഖിൽ കലിംഗയിൽ ബിരുദം പൂർത്തിയാക്കിയതെന്നും കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും തുല്യതാ സർട്ടിഫിക്കറ്റ് നേടിയതെന്നുമാണ് പ്രസക്തമായ ചോദ്യം. നിഖിലിന് വേണ്ടി കേരള യൂണിവേഴ്സിറ്റിയിലും പ്രവേശനത്തിനായി MSM കോളേജിലും ഇടപെട്ടത് ആലപ്പുഴയിൽ നിന്നുള്ള CPM നേതാവാണെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു. സംഭവത്തിൽ പോലീസ് സമഗ്ര അന്വേഷണം നടത്തണം. ഈ അധികൃതരുടെ കോളേജുകാരുടെ ഒത്താശയോടുകൂടി തന്നെയാണ് നിഖില് അവിടുത്തെ ഈ വ്യാജ അഡ്മിഷൻ തയ്യാറാക്കി വ്യാജമായി ആ ക്യാമ്പസിൽ പഠിക്കുന്നത്. MCOMന് പഠിക്കുവാൻ യോഗ്യതയുണ്ട് എന്ന വ്യാജ തുല്യതാ സർട്ടിഫിക്കറ്റ് മേടിച്ചു നൽകിയത് തന്നെ CPM നേതാവായ സിൻഡിക്കേറ്റ് അംഗം KH ബാബുജനാണ്. വ്യാജ MCOM അഡ്മിഷൻ എടുത്ത നിഖിൽ തോമസിനെയും അതിന് കൂട്ടുനിന്ന സിൻഡിക്കേറ്റ് അംഗം ബാബുജനെയും കോളേജ് അധികൃതരെയും പ്രതിയാക്കിക്കൊണ്ട് ഉന്നതതല പോലീസ് അന്വേഷണം എത്രയും പെട്ടെന്ന് ആരംഭിക്കേണ്ടതാണെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ അഭിപ്രായം. യൂണിയൻ ഭാരവാഹിത്വം ഉൾപ്പെടെ നേടി കോളേജിൽ 3 വർഷം സ്ഥിരമായി പഠിക്കുകയും പരീക്ഷകൾ എഴുതുകയും ചെയ്ത നിഖിൽ അവിടെ തന്നെ അതേ ഡിപ്പാർട്ട്മെന്റിൽ മറ്റൊരു സർവകലാശാലയുടെ ബിരുദ സർട്ടിഫിക്കറ്റുമായി PGക്ക് പ്രവേശനം നേടുമ്പോൾ MSM കോളേജ് അധികൃതർക്ക് യാതൊരു സംശയവും തോന്നിയില്ല എന്നതാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ചോദ്യം. എന്തായാലും നിഖിൽ തോമസിന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വിവാദത്തിൽ SFIയും CPMഉം തുടരന്വേഷണത്തിലേക്ക് നീങ്ങുകയാണ്. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18 ആലപ്പുഴ. ഇനിയൊരു ഇടവേള. സെറ്റിലെ ക്യാപ്റ്റന്മാർ അവർ അറിയാതെ ഒരു കാര്യവും ഈ സെറ്റിൽ നടക്കില്ല. അവർ അനുവദിക്കാതെ സെറ്റിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ ലഹരി ഉപയോഗിക്കുന്നവരെ മാറ്റി നിർത്തുക എന്നത് ഡയറക്ടർമാർക്കും പ്രൊഡ്യൂസർമാർക്കും ചെയ്യാവുന്നതാണ്. അംഗങ്ങളെ തീരുമാനിക്കുന്നത് അവരാണ്. ഡയറക്ടർമാരാണ് പറയുന്നതാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്നാണ് പറയുന്നത്. അവരാണ് സിനിമയുടെ ക്യാപ്റ്റൻ എന്നാണ് പറയുന്നത്. പക്ഷേ ഈ പരിശോധന നടക്കുമ്പോൾ പരിശോധന എന്ന കാര്യത്തിലേക്ക് വരുമ്പോൾ അതിനെ അദ്ദേഹം അത് എത്രത്തോളം ഫലപ്രദമാകും എന്ന് അംഗീകരിക്കുന്നില്ല. പക്ഷേ സിനിമയിൽ പണ്ടുതൊട്ട് ലഹരി ഉപയോഗം ഉണ്ട് എന്നാണ് നടൻ ഇന്ദ്രൻസ് ന്യൂസ് 18നോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. സുവി വിശ്വനാഥാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. സിനിമയിൽ പണ്ടേ ലഹരി ഉപയോഗം ഉണ്ടെന്ന് നടൻ ഇന്ദ്രൻസ് ന്യൂസ് 18നോട് പറഞ്ഞിരിക്കുന്നു. ഡയറക്ടർമാരും നിർമ്മാതാക്കളുമാണ് താരങ്ങളെ തീരുമാനിക്കുന്നത്. ലഹരി ഉപയോഗിക്കുന്നവർ ഉണ്ടെങ്കിൽ അവർക്ക് ഒഴിവാക്കാം. സിനിമയെ സംബന്ധിച്ച് ഡയറക്ടറാണ് ക്യാപ്റ്റനെന്നും ഇന്ദ്രൻസ് ന്യൂസ് 18നോട് പറഞ്ഞു. ന്യൂസ് 18 അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലായിരുന്നു ഇന്ദ്രൻസിന്റെ പ്രതികരണം. ഈ ലഹരി ഉപയോഗം സിനിമാ മേഖലയിൽ കൂടുന്നു. അത് പണ്ട് മുതലേ ഉള്ളതാണ്. ഇപ്പം പിന്നെ ഒളിഞ്ഞു നോട്ടം കൂടുതലായതുകൊണ്ട് പെട്ടെന്ന് എല്ലാവരും കണ്ടുപിടിക്കുന്നതാണ്. സിനിമയെ സംബന്ധിച്ച് ഡയറക്ടറാണ് അവിടുത്തെ ക്യാപ്റ്റൻ. പ്രൊഡ്യൂസറും ഡയറക്ടറും ചേർന്ന് തന്നെയാണ് യാത് കഥ എടുക്കണം, എങ്ങനത്തെ എത്ര സിനിമ എടുക്കണം തീരുമാനിക്കുന്നത്. കാശ് മുടക്കുന്നതൊക്കെ അവരാണ് എല്ലാ അംഗങ്ങളെയും തീരുമാനിക്കുന്നത്. അവർക്ക് വേണമെങ്കിൽ അവരെ ഒഴിവാക്കാമല്ലോ. അപ്പോൾ ഇത് ആരെയും നിർബന്ധിക്കുന്നില്ല. അവനവൻ്റെ തിരിച്ചറിവ് അല്ലെങ്കിൽ അവനവൻ്റെ തിരഞ്ഞെടുപ്പിലുണ്ടാകുന്ന പിഴവ് അത് നമ്മളൊന്നും ഏറ്റെടുക്കേണ്ടതല്ലാന്ന് തോന്നുന്നു. ചെറിയ സിനിമകൾ പ്രദർശിപ്പിക്കാത്ത രീതി തിയേറ്റർ ഉടമകൾ മാറ്റണമെന്നും ഇന്ദ്രൻസ് അഭിപ്രായപ്പെട്ടു. മസിൽ കുറവ് എന്ന് കണ്ടാൽ തിയേറ്ററുകൾ സിനിമ പ്രദർശിപ്പിക്കുന്നില്ല. മാറ്റങ്ങളെ അതിജീവിക്കാൻ എല്ലാവരും തയ്യാറാകണമെന്നും ഇന്ദ്രൻസ് പറഞ്ഞു. കുഞ്ഞു സിനിമകളെയൊക്കെ ഒരുപാട് ഉപേക്ഷിക്കുന്നുണ്ട് പലപ്പോഴും. പുതിയ സിനിമയിലോ ഇത്തിരി കുഞ്ഞു സിനിമയൊക്കെ ആണെങ്കിൽ ഇത്തിരി മസിൽ കുറവെന്ന് കണ്ടു കഴിഞ്ഞാൽ അവന് സ്പേസ് ഒന്നും കിട്ടത്തില്ല. അങ്ങനെ ഉണ്ടാവും മിക്കവാറും. അപ്പം എനിക്ക് തോന്നുന്നത് അതും പാടില്ലല്ലോ. തിയേറ്ററുകൾ അടച്ചുപൂട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്. ഇപ്പോൾ ഇന്ദ്രൻസേട്ടൻ അറിയാം, നാടകത്തിലൂടെയാണ് ഇന്ദ്രൻസേട്ടൻ തുടങ്ങിയത്. പിന്നെ ഈ തിയേറ്ററുകൾ അടച്ചുപൂട്ടുന്ന ഒരു സാഹചര്യം, അതിനെയൊക്കെ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതൊക്കെ അതിനെക്കുറിച്ച് എനിക്ക് പറയാനെന്ന് എനിക്ക് ഒരു കട തന്നെ അടയ്ക്കണ ഇഷ്ടമല്ല. പിന്നെ തിയേറ്റർ പിന്നെ മാറ്റങ്ങൾ വരുമ്പോഴത്തേക്കുള്ള ചില വ്യത്യാസങ്ങൾ അതിനെ അതിജീവിക്കാൻ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണല്ലോ. കൂടുതൽ വിവരങ്ങൾ സുവി വിശ്വനാഥ് നൽകും. സുവി, സിനിമയിലെ ഈ ലഹരി കുറേ കാലമായി ചർച്ചാ വിഷയമാണ്. ഷാഡോ പോലീസിനെ നിയമിക്കുമെന്ന് കൊച്ചി കമ്മീഷണറൊക്കെ
വാർത്തകൾ തുടരുന്നു. സംസ്ഥാനത്ത് പകർച്ചപ്പനി കുതിച്ച് ഉയരുന്നു. രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഡെങ്കിപ്പനിയും എലിപ്പനിയും ബാധിച്ച് 23 പേരാണ് മരിച്ചത്. ഈ മാസം ഇതുവരെ 877 പേർക്ക് ഡെങ്കിപ്പനിയും 65 പേർക്ക് എലിപ്പനിയും സ്ഥിരീകരിച്ചു. മൺസൂൺ ശക്തമായില്ലെങ്കിലും കേരളത്തിൽ പകർച്ചപ്പനി ശക്തമായി കഴിഞ്ഞു. ഇന്നലെ 2 പേർ ഡെങ്കിപ്പനി ബാധിച്ച് മരിച്ചു. 17 ദിവസത്തിനുള്ളിൽ ഡെങ്കിപ്പനി 13 പേരുടെ ജീവനെടുത്തു. ഇന്നലെ മാത്രം രോഗം സ്ഥിരീകരിച്ചത് 48 പേർക്ക്. 326 പേർ രോഗലക്ഷണങ്ങളോടെ ചികിത്സ തേടി. ഈ മാസം 877 പേർക്ക് രോഗം ബാധിച്ചു. 2801 പേർക്ക് രോഗം സംശയിക്കുന്നു. എലിപ്പനി കേസുകളും കൂടുകയാണ്. രണ്ടാഴ്ചയ്ക്കുള്ളിൽ 9 പേർ രോഗം ബാധിച്ച് മരിച്ചു. 6 മാസത്തിനിടെ 27 എലിപ്പനി മരണമാണ് സ്ഥിരീകരിച്ചത്. ജൂണിൽ മാത്രം രോഗം സ്ഥിരീകരിച്ചവർ 65, ലക്ഷണങ്ങളോടെ ചികിത്സയിലുള്ളവർ 100. ഇന്നലെ മാത്രം പനി ബാധിതരുടെ എണ്ണം 11,329. രണ്ടാഴ്ചയ്ക്കുള്ളിലെ പനി ബാധിതരുടെ എണ്ണം 1.5 ലക്ഷത്തോടടുക്കുന്നു. ഡെങ്കി പരത്തുന്ന കൊതുകുകളെ തുരത്താനും മലിനജലത്തിലിറങ്ങുമ്പോൾ എലിപ്പനി പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കാനും ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. പത്തനംതിട്ടയിൽ വീണ്ടും എലിപ്പനി മരണം. കൊടുമൺ സ്വദേശി സുജാതയാണ് മരിച്ചത്. തൊഴിലുറപ്പ് തൊഴിലാളിയായിരുന്ന സുജാത ജില്ലയിൽ 2 ദിവസത്തിനിടെ രണ്ടാമത്തെ എലിപ്പനി മരണമാണ് റിപ്പോർട്ട് ചെയ്തത്. അടൂർ പെരിങ്ങനാട് സ്വദേശി രാജനാണ് ഇന്നലെ മരിച്ചത്. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിക്കുന്നു. ഇന്ന് 7 ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. മറ്റു ജില്ലകളിൽ സാധാരണ മഴയ്ക്ക് മാത്രമാണ് സാധ്യത പ്രവചിക്കുന്നത്. ചുഴലിക്കാറ്റിൻ്റെ സ്വാധീനം കുറഞ്ഞതോടെയാണ് വീണ്ടും കാലവർഷം ശക്തമാകുന്നത്. ശക്തമായ കാറ്റിനും ഉയർന്ന തിരമാലയ്ക്കും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നടൻ പൂജപ്പുര രവി അന്തരിച്ചു. ഇടുക്കി മറയൂരിലെ മകളുടെ വീട്ടിലായിരുന്നു അന്ത്യം. വി വിനോദ് വിവരങ്ങളുമായി ചേരുന്നു. വി വിനോദ്, വളരെയധികം സങ്കടപ്പെടുത്തുന്നൊരു വാർത്തയാണ്. പൂജപ്പുര രവി നമ്മളെ ഒട്ടനവധി സിനിമകളിൽ 700ഓളം സിനിമകളിലാണ് അദ്ദേഹം അഭിനയിച്ചിട്ടുള്ളത്. അതിലൊക്കെ അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ആസ്വദിച്ചവരാണ് മലയാളികൾ. അദ്ദേഹത്തിന് ഇപ്പോൾ എങ്ങനെയാണ് ഉചിതമായൊരു അന്ത്യയാത്ര ഒരുക്കുന്നത്? എന്തൊക്കെയാണ് സംസ്കാര ചടങ്ങുകളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ? മറ്റ് പ്രതികരണങ്ങൾ എന്തൊക്കെയാണ്? ഒരു നാടകരംഗത്തും മലയാള സിനിമാ രംഗത്തും തന്റേതായ ശൈലിയിൽ അഭിനയം കാഴ്ചവെച്ച് പ്രേക്ഷകരെ രസിപ്പിച്ച ഒരു മികച്ച നടനെയാണ് മലയാളത്തിന് നഷ്ടമായിരിക്കുന്നത്. ഇടുക്കി മറയൂരിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. മകളോടൊപ്പമായിരുന്നു മറയൂരിൽ അദ്ദേഹം അവസാന നാളുകളിൽ കഴിഞ്ഞിരുന്നത്. ഇന്ന് രാവിലെ 11:30 മണിയോടുകൂടി ശ്വാസതടസ്സം അനുഭവപ്പെട്ടു. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് മരണം സംഭവിച്ചത്. ഏറ്റവും ഒടുവിലും അദ്ദേഹം പൂജപ്പുരയിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യം മോശമായപ്പോഴും പൂജപ്പുര വിട്ടുപോകുന്നതിന് അദ്ദേഹത്തിന് വലിയ മാനസികമായ പ്രയാസമുണ്ടായിരുന്നു. മകൻ വിദേശത്തും മകൾ മറയൂരിലുമാണ് താമസിച്ചിരുന്നത്. അദ്ദേഹത്തെ പരിചരിക്കാൻ ആള് ഇല്ലാത്ത സാഹചര്യത്തിലാണ് ഒടുവിൽ അദ്ദേഹം മനസ്സില്ലാ മനസ്സോടെയെങ്കിലും തിരുവനന്തപുരം വിട്ടുപോയത്. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട നാടായ പൂജപ്പുര. നടനിലൂടെ നാടും ആ നാട്ടിന്റെ പേരിലൂടെ നടനും വളർന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹത്തിന്റെ ഒരു അഭിനയ ജീവിതം പരിശോധിച്ചാൽ നാടകത്തിലൂടെയാണ് അദ്ദേഹം കടന്നു വന്നത്. ശ്രീപുരം സദാനന്ദന്റെ ഒരാൾ കൂടി കള്ളനായി എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ നാടകം. പിന്നീട് സിനിമയിൽ അദ്ദേഹം വേഷം ലഭിക്കുന്നതിന് വേണ്ടി മദ്രാസിലേക്ക് വണ്ടി കയറി. അവിടെയും വേലത്തുമ്പി കളവ ഉൾപ്പെടെയുള്ള ചെറിയ വേഷങ്ങൾ, അങ്ങനെയുള്ള ചിത്രങ്ങളിൽ ചെറിയ വേഷങ്ങൾ അദ്ദേഹം ചെയ്തു. പിന്നീടും അദ്ദേഹം നാടകത്തിലേക്കാണ് മടങ്ങിയെത്തിയത്. കലാനിലയത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ തുടർന്നുള്ള ജീവിതം. ഏതാണ്ട് 4000ഓളം വേദികൾ അദ്ദേഹം നാടകം കളിച്ചിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും സിനിമയിൽ സജീവമായി. അമ്മിണിയമ്മാവൻ എന്ന സിനിമയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വഴിത്തിരിവായത്. തുടർന്ന് അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. തലമുറകളിലൂടെ സഞ്ചരിച്ച ഒരു നടനാണ്. സത്യൻ നസീർ, മധു തുടങ്ങിയ തലയെടുപ്പുള്ള മലയാളത്തിന്റെ ഏറ്റവും പ്രൗഢമായ സിനിമ ചരിത്രം ആരംഭിക്കുന്നത് മുതൽ കൃഷി അടക്കമുള്ള ആളുകളോടൊപ്പം അഭിനയിച്ചു. പിന്നീട് മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും ഒപ്പം അദ്ദേഹം അഭിനയിച്ചു. ഏറ്റവും ഒടുവിൽ പുത്തൻ തലമുറ സിനിമകളിൽ ഗപ്പിയാണ് അദ്ദേഹം ഏറ്റവും ഒടുവിലായി അഭിനയിച്ച ചിത്രം. അദ്ദേഹത്തിന്റെ വേഷങ്ങൾ, അദ്ദേഹത്തിന്റെ ശരീരവും ശബ്ദവും പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ കണ്ണുകളും, അദ്ദേഹം നിമിഷ നേരം കൊണ്ട് ഒരു തമാശ ചെയ്യുന്ന കാര്യം, അത് പ്രേക്ഷകരെ കുടുംബ ചിരിപ്പിക്കുന്ന ഒരു രംഗം. ഒരുപക്ഷെ ഇംപ്രവൈസേഷൻ എന്ന് പറയുന്നത് അത് പഴയ തലമുറയിൽ തന്നെ
വളരെ കുറച്ച് നടന്മാരാണ് ചെയ്തിരുന്നത്. സ്ക്രിപ്റ്റിലുള്ളതിനേക്കാൾ സ്വന്തം നിലയ്ക്ക് തന്നെ ആ രംഗം എങ്ങനെ മികവുറ്റതാക്കാം എന്ന് ശ്രമിച്ചിരുന്ന SP പിള്ള, ബഹദൂർ, മുളവൻ ജോസഫ്, അടൂർ ഭാസി തുടങ്ങിയ ആ തലമുറയോടൊപ്പം അദ്ദേഹം ഹാസ്യവേഷങ്ങൾ അവതരിപ്പിച്ചു. പിന്നീട് ജഗതി, മാള, കുഞ്ചൻ തുടങ്ങിയ താരങ്ങൾ അവരോടൊപ്പവും അദ്ദേഹം നിരവധി വേഷങ്ങളിൽ അഭിനയിച്ചു പോയി. അതെല്ലാം തന്നെ പ്രേക്ഷകർ ഓർത്തുവെക്കുന്ന സിനിമകളാണ്. പൂച്ചക്കരും കുത്തി, മുത്താരംകുന്ന് PO, ഓടരുതമ്മാവ, ആളറിയാം. അതിലൊക്കെ തന്നെ ഈ ചില സിനിമകളിൽ അദ്ദേഹം ഗുസ്തിക്കാരന്റെ വേഷത്തിലേക്ക് വന്നു. അദ്ദേഹത്തിന്റെ ഒരു ശരീരഘടന തന്നെ അതിന് അനുഗുണമായ അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന തരത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം അഭിനയിക്കുന്നതിനപ്പുറം സ്ക്രീനിൽ പെരുമാറുന്നു. ക്യാമറയ്ക്ക് മുന്നിൽ അദ്ദേഹം സ്വാഭാവികമായി സ്വതന്ത്രമായി അദ്ദേഹം പെരുമാറുന്നു എന്ന നിലയ്ക്കായിരുന്നു അദ്ദേഹത്തിന്റെ ഈ വേഷപ്പകർച്ചകളെല്ലാം തന്നെ സ്വഭാവ നടനായും അദ്ദേഹം പല സിനിമകളിൽ വേഷമിട്ടു. പ്രിയദർശൻ ചിത്രങ്ങളിലാണ് അദ്ദേഹം ഏറ്റവും പിന്നീട് ഹാസ്യരസ പ്രധാനമായ വേഷങ്ങളിലൂടെ എത്തിയത്. സത്യനന്ദക്കാട്, ശബിമലയിൽ, വിനയൻ, രാജസേനൻ തുടങ്ങിയ നിരവധി പേരുടെ സിനിമകളിൽ അദ്ദേഹം വേഷമിട്ടു. ഒരുപാട് രവിമാരുണ്ടായിരുന്ന മലയാള സിനിമയിൽ പിന്നീട് അദ്ദേഹം പേരിനൊപ്പം പൂജപ്പുര കൂടി ചേർക്കുകയായിരുന്നു. കലാനിലയം കൃഷ്ണനാരായണ അദ്ദേഹത്തിന് അങ്ങനെ ഒരു പേര് കൂടി ചേർത്ത് കൊടുത്തത്. അദ്ദേഹത്തിന്റെ ഭൗതികദേഹം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇവിടെ തിരുവനന്തപുരത്തായിരിക്കും സംസ്കാര ചടങ്ങുകൾ. നടൻ പൂജപ്പുര രവി അന്തരിച്ചിരിക്കുന്നു. തിരുവനന്തപുരത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം എത്തിക്കും. പിന്നെ എവിടെ വെച്ചായിരിക്കും സംസ്കാര ചടങ്ങുകൾ? ഏതാണ്ട് 4000-ഓളം നാടകവേദികളിൽ ആണ് അദ്ദേഹം മലയാളിയെ അദ്ദേഹത്തിൻ്റെ കലാവൈഭവം പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം സ്വയം അടയാളപ്പെടുത്തിയത്. അതോടൊപ്പം തന്നെ നിരവധി സിനിമകളിലും അദ്ദേഹം തൻ്റെ സാന്നിധ്യം ഉറപ്പാക്കുകയും ചെയ്തു. വാർത്തയുടെ വിശദാംശങ്ങളാണ് വി വിനോദ് നൽകിയത്. സിനിമയിൽ പണ്ടേ ലഹരി ഉപയോഗം ഉണ്ടെന്ന് നടൻ ഇന്ദ്രൻസ് ന്യൂസ് 18നോട് പറഞ്ഞു. ഡയറക്ടർമാരും നിർമ്മാതാക്കളുമാണ് താരങ്ങളെ തീരുമാനിക്കുന്നത്. ലഹരി ഉപയോഗിക്കുന്നവർ ഉണ്ടെങ്കിൽ അവർക്ക് ഒഴിവാക്കാം. സിനിമയെ സംബന്ധിച്ച് ഡയറക്ടറാണ് ക്യാപ്റ്റനെന്നും ഇന്ദ്രൻസ് ന്യൂസ് 18 കേരളത്തിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ പറഞ്ഞു. ലഹരി ഉപയോഗം സിനിമാ മേഖലയിൽ കൂടുന്നു. അത് പണ്ടേ മുതലേ ഉള്ളതാണ്. പണ്ട് മുതലേ ഉള്ളത്. ഇപ്പം പിന്നെ ഒളിഞ്ഞു നോട്ടം കൂടുതലായതുകൊണ്ട് പെട്ടെന്ന് എല്ലാവരും കണ്ടുപിടിക്കുന്നതാണ്. സിനിമയെ സംബന്ധിച്ച് ഡയറക്ടറാണ് അവിടുത്തെ ക്യാപ്റ്റൻ. പ്രൊഡ്യൂസറും ഡയറക്ടറും ചേർന്ന് തന്നെയാണ് യാത് കഥ എടുക്കണം, എത്ര സിനിമ എടുക്കണം തീരുമാനിക്കുന്നത്. കാശ് മുടക്കുന്നതൊക്കെ അവരാണ് എല്ലാ അംഗങ്ങളെയും തീരുമാനിക്കുന്നത്. അവർക്ക് വേണമെങ്കിൽ അവരെ ഒഴിവാക്കാമല്ലോ. അപ്പോൾ ഇത് ആരെയും നിർബന്ധിക്കുന്നില്ല. അവനവൻ്റെ തിരിച്ചറിവ് അല്ലെങ്കിൽ അവനവൻ്റെ തിരഞ്ഞെടുപ്പിലുണ്ടാകുന്ന പിഴവ് അത് നമ്മളൊന്നും ഏറ്റെടുക്കേണ്ടതല്ല എന്ന് തോന്നുന്നു. ചെറിയ സിനിമകൾ പ്രദർശിപ്പിക്കാത്ത രീതി തിയേറ്റർ ഉടമകൾ മാറ്റണമെന്നും ഇന്ദ്രൻസ് അഭിപ്രായപ്പെട്ടു. മസിൽ കുറവ് എന്ന് കണ്ടാൽ തിയേറ്ററുകൾ സിനിമ പ്രദർശിപ്പിക്കുന്നില്ല. മാറ്റങ്ങളെ അതിജീവിക്കാൻ എല്ലാവരും തയ്യാറാകണമെന്നും ഇന്ദ്രൻസ് പറഞ്ഞു. കുഞ്ഞു സിനിമകളെയൊക്കെ ഒരുപാട് ഉപേക്ഷിക്കുന്നുണ്ട് പലപ്പോഴും. പുതിയ സിനിമയിലോ ഇത്തിരി കുഞ്ഞു സിനിമയൊക്കെ ആണെങ്കിൽ ഇത്തിരി മസിൽ കുറവെന്ന് കണ്ടു കഴിഞ്ഞാൽ അവന് സ്പേസ് ഒന്നും കിട്ടത്തില്ല. അങ്ങനെ ഉണ്ടാവും മിക്കവാറും. അപ്പം എനിക്ക് തോന്നുന്നത് അതും പാടില്ലല്ലോ. തിയേറ്ററുകൾ അടച്ചുപൂട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്. ഇപ്പോൾ ഇന്ദ്രൻസേട്ടൻ അറിയാം, നാടകത്തിലൂടെയാണ് ഇന്ദ്രൻസേട്ടൻ തുടങ്ങിയത്. പിന്നെ ഈ തിയേറ്ററുകൾ അടച്ചുപൂട്ടുന്ന ഒരു സാഹചര്യം, അതിനെയൊക്കെ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതൊക്കെ അതിനെക്കുറിച്ച് എനിക്ക് പറയാനോ, എനിക്ക് ഒരു കട തന്നെ അടയ്ക്കണ ഇഷ്ടമല്ല. പിന്നെ തിയേറ്റർ പിന്നെ മാറ്റങ്ങൾ വരുമ്പോഴത്തേക്കുള്ള ചില വ്യത്യാസങ്ങൾ അതിനെ അതിജീവിക്കാൻ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണല്ലോ. ലേക്ക് ഷോർ അവയവദാന കേസിൽ മസ്തിഷ്ക മരണം സംഭവിച്ച എബിന് അപകട സമയത്ത് സഹായം ചെയ്ത സ്വകാര്യ ലാബും സംശയമുനയിൽ. എബിൻ്റെ മരണശേഷം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ചികിത്സാ രേഖകളും കൈയടക്കിയതാണ് എന്നാണ് ആരോപണം. എന്നാൽ ആരോപണങ്ങൾ തള്ളുകയാണ് ഡെൻകെയർ ലാബ്. എബിന്റെ അപകട സമയത്തും തുടർന്നും മുഴുവൻ സഹായങ്ങളും ചെയ്തു തന്ന സ്ഥാപനം നിയമ നടപടികൾക്കൊരുങ്ങിയപ്പോൾ മുഖം തിരിച്ചെന്നാണ് ആരോപണം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ചികിത്സാ രേഖകളും കൈവശപ്പെടുത്തി. രേഖകൾ ആവശ്യപ്പെട്ടപ്പോൾ പ്രതികരണം മോശമായിരുന്നുവെന്നും എബിന്റെ ബന്ധു ഷൈൻ പറയുന്നു. അപകടത്തിൽ എബിനൊപ്പമുണ്ടായിരുന്ന സഹോദരൻ ബിബിനും അമ്മയും ഈ സ്ഥാപനത്തിലെ ജീവനക്കാരായിരുന്നു. സ്വന്തമായിട്ട് മൂവ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ പേപ്പേഴ്സ് ചോദിക്കുമ്പോൾ അവർ തന്നിട്ടില്ല. പിന്നെ പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ് ഇവർ ഒരു വർഷത്തോളം മറച്ചു വെച്ചിരുന്നു, നമ്മൾ റിലേഷൻസോട് ആരോടും പറയാതെ. കാരണം ഇവരാണ് ഏറ്റുവാങ്ങിയത് ഈ സർട്ടിഫിക്കറ്റ്. അതിൽ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ടെന്ന് ഈ ന്യൂസിൽ നമ്മൾ അറിയുന്നത്. അവയവ തട്ടിപ്പ് നടന്നെന്ന് അറിഞ്ഞപ്പോൾ ഈ കേസ് മുമ്പോട്ട് മൂവ് ചെയ്യാതിരിക്കാനുള്ള ഫുൾ പ്രഷർ അവർ ചെയ്തിരുന്നു. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്നാണ് ഡെൻകെയർ ലാബിന്റെ വിശദീകരണം. സ്ഥാപനത്തിലെ ജീവനക്കാരുടെ കുടുംബം എന്ന രീതിയിൽ
മനുഷ്യത്വപരമായ സമീപനം മാത്രമാണ് സ്വീകരിച്ചതെന്ന് ഡെൻകെയർ ലാബ് ഡയറക്ടർ സാജു കുര്യാക്കോസ് ന്യൂസ് 18 പറഞ്ഞു. എബിന്റെ അമ്മ അവയവദാന പത്രത്തിൽ ഒപ്പിടുമ്പോൾ താൻ സാക്ഷിയായിരുന്നു. ആശുപത്രിയിലെ ബിൽ തുകയിൽ ഒരു പങ്ക് അവയവ സ്വീകർത്താവ് അടച്ചതായും സാജു കുര്യാക്കോസ് വെളിപ്പെടുത്തി. എബിന്റെ ഫ്യൂണറലുമായിട്ട് വന്നപ്പോഴും ബിബിൻ അവിടെ ചികിത്സയിലാണ്. അപ്പോൾ ബിബിൻ്റെ ചികിത്സ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മളിങ്ങനെ അവർ പറയുന്നതനുസരിച്ച് ബില്ല് അടച്ചുകൊണ്ടിരിക്കുന്നു. അവസാനം ഈ എബിൻ്റെയും ബിബിൻ്റെയും ബില്ല് സെറ്റ് ചെയ്യാനായിട്ട് അവസാനം ചെന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു കുറച്ച് പൈസ അവസാനം അടയ്ക്കേണ്ട ഏതാണ്ട് കുറച്ച് പൈസ, എത്രയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അത് ഞാനും കേട്ടത്, ഞാൻ നേരിട്ടല്ല ഇടപെട്ടെ. ആ പൈസ ഈ അവയവം സ്വീകരിച്ച ആരോ അത് പേ ചെയ്തു, അതുകൊണ്ട് നിങ്ങൾ പേ ചെയ്യണ്ടെന്ന് പറഞ്ഞു. 2009 നവംബർ 29 ഉടുമ്പൻചോല സ്വദേശിയായ വിജെ എബിനെ അപകടത്തെ തുടർന്ന് ലേക്ക് ഷോർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. യുവാവിന്റെ തലയിൽ രക്തം കട്ടപിടിച്ചിരുന്നതായും അതും നീക്കം ചെയ്യാത്തത് ആശുപത്രിയുടെ ഭാഗത്തുണ്ടായ വീഴ്ചയെന്നുമാണ് പരാതി. കൊല്ലം സ്വദേശിയായ ഡോക്ടർ ഗണപതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ സംഭവത്തിൽ കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. ന്യൂസ് 18 കൊച്ചി. തിരുവനന്തപുരം പൊന്മുടിയിൽ വിനോദസഞ്ചാരികൾ യാത്ര ചെയ്തിരുന്ന കാർ കൊക്കയിലേക്ക് മറിഞ്ഞു. അപകടത്തിൽ 4 പേർക്ക് പരിക്കേറ്റു. പൊന്മുടി 22-ാം വളവിൽ ഫോറസ്റ്റ് ഓഫീസിന് സമീപമാണ് അപകടം ഉണ്ടായത്. കനത്ത മൂടൽമഞ്ഞ് ഉണ്ടായിരുന്നതിനാൽ ഏറെ പണിപ്പെട്ടാണ് രക്ഷാപ്രവർത്തകർ കാറിൽ ഉണ്ടായിരുന്നവരെ രക്ഷിച്ചത്. രാവിലെ 9 മണിയോടെയാണ് പൊന്മുടി 22-ാം വളവിലെ ഫോറസ്റ്റ് ഓഫീസിന് സമീപത്ത് വെച്ച് പുനലൂർ സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന വാഹനം 300 അടി താഴ്ചയിലേക്ക് മറിഞ്ഞത്. മഴയും മൂടൽമഞ്ഞുമുള്ള കാലാവസ്ഥയായതിനാൽ രക്ഷാപ്രവർത്തനം ദുസ്സഹമായി. കാറിലുണ്ടായിരുന്ന 4 പേരിൽ ഒരാളെ ആദ്യം നാട്ടുകാരും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ചേർന്ന് രക്ഷപ്പെടുത്തി. മറ്റുള്ളവർ കാറിൽ കുടുങ്ങിക്കിടക്കുന്ന നിലയിലായിരുന്നതിനാൽ ഏറെ പണിപ്പെട്ടാണ് ഇവരെ പുറത്തെടുക്കാനായത്. പുനലൂർ സ്വദേശികളായ 4 പുരുഷന്മാരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. ഇവരിൽ 2 പേരുടെ എല്ലുകൾക്ക് പൊട്ടലുണ്ട്. പൊന്മുടിയിൽ നിന്ന് തിരികെ ഇറങ്ങി വരുമ്പോൾ ബ്രേക്ക് നഷ്ടപ്പെട്ട കൊക്കയിലേക്ക് പതിക്കുകയായിരുന്നു എന്നാണ് പ്രാഥമിക വിവരം. പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രിയിലേക്ക് മാറ്റി. ന്യൂസ് 18 തിരുവനന്തപുരം. വയനാട്ടിൽ 19-കാരിക്ക് ഭർതൃവീട്ടിൽ കൊടിയ പീഡനം. ഭർതൃമാതാവിന്റെ മന്ത്രവാദ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കാത്തതിനാലാണ് ശാരീരിക പീഡനത്തിന് ഇരയാക്കിയതെന്ന് പെൺകുട്ടി പറയുന്നു. പെൺകുട്ടിയുടെ പരാതിയിൽ ഭർത്താവ് ഉൾപ്പെടെ 4 പേർക്കെതിരെ പനമരം പോലീസ് കേസെടുത്തു. അവര് പറയുന്നത് എപ്പോഴും പൈശാചിക കഥകള്, ശൈത്താന്, പിശാച് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് നമ്മുടെ മേത്തുണ്ടെന്നോ അത് ഒഴിവാക്കുന്ന പരിപാടി ഉമ്മാക്ക് എന്നും പറയൂ. ക്രൂരമായ പീഡനത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഈ 19-കാരി വിവരിക്കുന്നത്. തവഞ്ഞാൽ പഞ്ചായത്തിലെ വാളാട് സ്വദേശിയായ പെൺകുട്ടിയാണ് മന്ത്രവാദത്തിന്റെ പേരിൽ ഭർതൃവീട്ടുകാരാൽ പീഡിപ്പിക്കപ്പെട്ടത്. ഈ ഭർത്താവ് ഇതിനൊക്കെ കൂട്ടുവെക്കുന്ന പിന്നെ ഇവരെന്താ പറയുക, ഉമ്മാന്റെ ചികിത്സയിലായാലും അവരടിക്കുമ്പോഴായാലും അവർ ചീത്ത പറയുമ്പോൾ എല്ലാത്തിനും ഈ ഭർത്താവ് ഇതിനൊക്കെ കൂട്ടുനിന്നിട്ട് ഭർത്താവും അതിനനുസരിച്ച് എന്നെ തല്ലു, പിന്നെ ഇങ്ങനെ കൊല്ലാൻ ശ്രമിക്കും, എന്നെ കത്തിയെടുത്തിട്ട് ഇങ്ങനെ കുത്താൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നത്. ഞാൻ ഓടി രക്ഷപ്പെടില്ല. ഇടയ്ക്കിടയ്ക്ക് ഞാൻ റൂമിൽ ഓടിപ്പോയി വാതിലടക്കുക, അങ്ങനെയൊക്കെ ചെയ്യല്. 9 മാസങ്ങൾക്ക് മുൻപായിരുന്നു പനമരം കൂളിവയൽ സ്വദേശിയുമായി പെൺകുട്ടിയുടെ വിവാഹം നടന്നത്. അന്നു മുതൽ പീഡനങ്ങൾ നേരിട്ടുവെന്ന് പെൺകുട്ടി പറയുന്നു. ഭർതൃമാതാവിന്റെ ദുർമന്ത്രവാദത്തെ എതിർത്തതിനെ തുടർന്നായിരുന്നു പീഡനം. പിശാചുണ്ട്, അത് ഒഴിവാക്കലാണ് ഉമ്മാന്റെ പണി. പിശാചിനെ എന്നാ കൊല്ലലാണ് ഉമ്മാന്റെ പണി. അത് നമ്മളെ മേത്ത് നിന്ന് എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഉമ്മാന്റെ, അതാണെന്നാ പറയല്. ഇവരാണ് പൈസ വാങ്ങൂലെന്നൊക്കെ പറയും മറ്റുള്ളവരോട്. പക്ഷെ ഇവർക്ക് ഒരു പെട്ടിയുണ്ട്, അതിലല്ലേ പൈസ ഇട്ടോളൂ. മർദ്ദനത്തെ തുടർന്ന് 4 തവണ പെൺകുട്ടി ചികിത്സ തേടി. മന്ത്രവാദ ചികിത്സയ്ക്ക് എത്തുന്നവരെ പരിചരിക്കാൻ നിർബന്ധിച്ചതായി പെൺകുട്ടിയുടെ പിതാവ് പറഞ്ഞു. കുറെ അന്യ സ്ത്രീകൾ, കുടുംബബന്ധവും ഒന്നുമില്ലാത്ത അന്യ സ്ത്രീകളും പുരുഷന്മാരും വന്നിട്ട് നിലത്തിങ്ങനെ വീണുരുളുക. അത് ഏത് മതത്തിലാണുള്ളത്, ഏത് ജാതിയിലാണുള്ളത്, കത്തി കഴുത്തിൽ വെച്ച് പീഡിപ്പിക്കുക, അതേപോലെ തന്നെ കൊല്ലാൻ നോക്കുക. കണ്ണു തുറുത്തി ഇങ്ങനെ വരുമ്പോൾ അവരിങ്ങനെ തട്ടാസിച്ചിരിക്കുക. ഇത് ഏത് മതമാണ്? പീഡനം പതിവായതോടെ സ്വന്തം വീട്ടിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു പെൺകുട്ടി. പനമരം പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഭർത്താവ് ഉൾപ്പെടെ 4 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ന്യൂസ് 18 വയനാട്. വയനാട് വാളാട് സ്വദേശിനിയായ യുവതിയെ ഭർതൃവീട്ടിൽ മന്ത്രവാദ പീഡനത്തിന് ഇരയാക്കിയ സംഭവത്തിൽ കേസെടുത്ത വനിതാ കമ്മീഷൻ. കേസിന്റെ നിലവിലെ സാഹചര്യവും കണ്ടെത്തലുകളും വ്യക്തമായി റിപ്പോർട്ട് ചെയ്യാൻ വയനാട് ജില്ലാ പോലീസ് മേധാവിക്ക് കമ്മീഷൻ നിർദ്ദേശം നൽകി. വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ രതീഷ് വാസുദേവൻ നൽകും. രതീഷ്, ഈ മന്ത്രവാദം നമ്മുടെ നാട്ടിൽ നേരത്തെ തന്നെ ആളുകൾ ഇതിൻ്റെ ക്രൂരമുഖങ്ങൾ നമ്മൾ കണ്ടതാണ്. ഈ കൂടുതൽ ഗൗരവത്തോടു കൂടി തന്നെയാണോ വനിതാ കമ്മീഷൻ ഈ കേസിനെ കൈകാര്യം ചെയ്യുന്നത്? എന്താണ് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ?
മനുഭരത്, എന്തായാലും ഈ വിഷയത്തിൽ വനിതാ കമ്മീഷൻ വളരെ ഗൗരവപരമായ ഒരു നിലപാടാണ് എടുത്തിട്ടുള്ളത്. മാധ്യമങ്ങളിലെ വാർത്തയെ തുടർന്ന് സ്വമേധയാണ് ഈ വിഷയത്തിൽ കേസെടുത്തിട്ടുള്ളത്. പെൺകുട്ടിക്ക് ഭർതൃഗൃഹത്തിൽ പീഡനമേറ്റു, ശാരീരിക പീഡനം ഉൾപ്പെടെ ഏറ്റു എന്നാണ് കുട്ടിയുടെ പരാതി. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പരിശോധനകൾ നടത്തുന്നുണ്ട്. അതുകൂടാതെ ഇത്തരത്തിലുള്ള വലിയ കൊടിയ അനാചാരം എന്ന നിലയ്ക്ക് മന്ത്രവാദം ഉൾപ്പെടെ നടക്കുന്നു എന്നുള്ള ഇത് വളരെ ഗൗരവത്തോടെയാണ് കമ്മീഷൻ കണ്ടിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഈ കുട്ടിക്കെതിരെ 19 വയസ്സുകാരിയാണ്, വളരെ ക്രൂരമായ രീതിയിൽ ആണ് ശാരീരിക പീഡനവും മാനസിക പീഡനവും ഉൾപ്പെടെ നടന്നത് എന്നാണ് വനിതാ കമ്മീഷൻ മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വയനാട് എസ്പിയോട് അടിയന്തരമായി ഈ വിഷയത്തിലെ സാഹചര്യം വിശദീകരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് അടിയന്തരമായി സമർപ്പിക്കാനാണ് വനിതാ കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്തായാലും വലിയ വിവാദങ്ങളിലേക്ക് പോവുകയാണ്. കാരണം അതിക്രൂരമായ പീഡനമാണ് ഈ പെൺകുട്ടി നേരിട്ടതെന്നാണ് പെൺകുട്ടി മാധ്യമങ്ങളോടും അതുപോലെ തന്നെ പോലീസിനും ഒക്കെ മൊഴി നൽകിയിട്ടുള്ളത്. എന്നാലും ഇത്തരത്തിൽ ഇപ്പോൾ ഗാർഹിക പീഡനത്തിന് മാത്രമാണ് പനമരം പോലീസ് കേസെടുത്തിട്ടുള്ളതെങ്കിലും മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ IG-ക്കും ഉൾപ്പെടെ ഇവർ കൂടുതൽ പരാതി നൽകുന്നുണ്ട്. മന്ത്രവാദം ഉൾപ്പെടെ നടത്തിക്കൊണ്ട് അനാചാരം ഉൾപ്പെടെ പ്രാകൃതമായ ആചാരങ്ങൾ ഉൾപ്പെടെ നടത്തി തന്നെ ഉപദ്രവിച്ചു എന്ന നിലയിൽ തന്നെയാണ് ഈ പെൺകുട്ടി പരാതിയുമായി മുന്നോട്ട് പോകുന്നതാണ് മനസ്സിലാക്കുന്നത്. രതീഷ്, ഇതിൽ ഈ 4 പേർക്കെതിരെ കേസെടുത്തു എന്ന് പറയുന്നുണ്ട്. ഇതിൽ ഈ മന്ത്രവാദം നടത്തുന്ന ആരാണ്? ഈ ഭർത്താവാണോ അതോ പുറത്ത് മന്ത്രവാദി വരുന്നുണ്ടോ? അതുപോലെ തന്നെ ഈ സ്ഥലത്ത് നമ്മളിപ്പോൾ പറയുന്ന ഈ വാളാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഈ മന്ത്രവാദമൊക്കെ ഉണ്ടോ അതോ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി കണക്കാക്കണോ? എന്താണ് അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ? മനു, ഇത് ഈ പെൺകുട്ടിയുടെ വീടാണ് വാളാട്. ഈ പ്രതികളുടെ വീട് പനമരം കൂളിവയലിലാണ്. ഈ പ്രതിയുടെ ഭർത്താവ്, അതായത് ഈ പെൺകുട്ടിയുടെ ഭർത്താവിന്റെ മാതാവാണ് ഇത്തരത്തിൽ മന്ത്രവാദത്തിന് നേതൃത്വം നൽകുന്നത്. നിരവധി ആളുകൾ ഇവിടെ എത്താറുണ്ട്. ഇവരാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. ദൃശ്യങ്ങളിൽ പറയുന്നുണ്ട്, പിശാചിനെ ഒഴിവാക്കലാണ് ഉമ്മയുടെ പ്രധാന ദൗത്യമെന്ന് ഭർത്താവ് തന്നെ പറയുന്ന സാഹചര്യമുണ്ടെന്ന് പെൺകുട്ടി വ്യക്തമാക്കുന്നുണ്ട്. ഇദ്ദേഹം കൊടുവള്ളിയിലെ ഒരു മത പഠന കേന്ദ്രത്തിൽ, ഒരു കോളേജിൽ അറബി അധ്യാപകനാണ് എന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. എന്തായാലും ഇത് സംബന്ധിച്ച് വിശദമായ പരിശോധന നടത്തിയിട്ടുണ്ട്. മാതാവിനും അതുപോലെ തന്നെ സഹോദരങ്ങളും ബന്ധുക്കളുമായ 2 പേർക്കെതിരെ കൂടി ഈ മർദ്ദനത്തിനും ഈ മാനസികമായ പീഡനത്തിനും ഒക്കെ പരാതി എടുത്തിട്ടുണ്ട് പോലീസ്. അത് പ്രകാരമാണ് 4 പേർക്കെതിരെ നിലവിൽ കേസെടുത്തിട്ടുള്ളത്. ഇവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. എന്നാലും അടിയന്തരമായി വനിതാ കമ്മീഷൻ ഇടപെട്ടിരിക്കുന്നു. അടിയന്തരമായി ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകാൻ പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വളരെ നന്ദി രതീഷ്. ഒരു അധ്യാപകൻ കൂടിയായ ഭർത്താവാണ് ഇത്തരത്തിൽ പിശാചിനെ ഒഴിവാക്കാൻ ഭാര്യ അതിക്രൂരമായ മന്ത്രവാദ പീഡനങ്ങൾക്ക് വിധേയമാക്കുന്നതെന്ന് ഏറെ വിചിത്രമായ വാർത്തയാണ് പുറത്തു വരുന്നത്. അതിൻ്റെ വിശദാംശങ്ങളാണ് രതീഷ് വാസുദേവൻ നൽകിയത്. കലാപം തുടരുന്ന മണിപ്പൂരിൽ കനത്ത ജാഗ്രത തുടരുകയാണ്. വിവിധ സായുധ ഗ്രൂപ്പുകൾ തിരിച്ചടിക്ക് തയ്യാറെടുക്കുന്നു എന്നാണ് ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സേനാവിന്യാസം കൂട്ടിയിട്ടുണ്ട്. സൈന്യവും അസാം റൈഫിൾസും രാത്രി ഫ്ലാഗ് മാർച്ച് നടത്തി. സംസ്ഥാനത്തെ സാഹചര്യം പ്രധാനമന്ത്രിയെ കണ്ട് ബോധ്യപ്പെടുത്താൻ എത്തിയ പ്രതിപക്ഷ സംഘം കൂടിക്കാഴ്ചയ്ക്കുള്ള അനുമതി തേടി ഡൽഹിയിൽ തുടരുകയാണ്. സംഘർഷം തുടർന്നാൽ BJP-യുമായുള്ള സഖ്യം അവസാനിപ്പിക്കുമെന്നാണ് സഖ്യകക്ഷിയായ NPP മുന്നറിയിപ്പ് നൽകുന്നത്. ഡൽഹി RK പുരത്ത് വെടിവെപ്പിൽ 2 സ്ത്രീകൾ കൊല്ലപ്പെട്ട കേസിൽ അക്രമി ഉൾപ്പെടെ 3 പേർ പിടിയിൽ. അർജുൻ, മൈക്കിൾ, ദേവ് എന്നിവരാണ് പിടിയിലായത്. ഇന്നലെ വൈകിട്ടാണ് കൊല്ലപ്പെട്ട യുവതിയുടെ സഹോദരനും അക്രമികളും തമ്മിൽ തർക്കം ഉണ്ടായത്. സാമ്പത്തിക ഇടപാടിനെ ചൊല്ലിയുള്ള തർക്കത്തിനിടെ ആക്രമികൾ വെടി ഉതിർക്കുകയായിരുന്നു. വെടിയേറ്റ പിങ്കി, ജ്യോതി എന്നിവരെ സഫ്തർജംഗ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരിക്കുകയായിരുന്നു. പിടിയിലായ പ്രതിയുടെ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. മഹാരാഷ്ട്രയിൽ ശിവസേന ഉദ്ധവ് പക്ഷ നേതാവ് പാർട്ടി വിട്ടു. പാർട്ടി ഉപനേതാവ് ശിശിർ ഷിൻഡെയാണ് രാജിവെച്ചത്. പാർട്ടി പ്ലീനറി സമ്മേളനം നാളെ നടക്കാനിരിക്കെയാണ് ശിശിർ ഷിൻഡെയുടെ രാജി. പാർട്ടിയിൽ പ്രവർത്തിക്കാൻ അവസരം ലഭിക്കാത്തതിൽ ദുഃഖമുണ്ടെന്നും ഉപനേതാവായി നിയമിച്ച് 1 വർഷം കഴിഞ്ഞെങ്കിലും ചുമതലയൊന്നും നൽകിയില്ലെന്നും ഉദ്ധവ് താക്കറെയ്ക്ക് അയച്ച കത്തിൽ ശിശിർ ഷിൻഡെ പറയുന്നു. മേഘാലയയിൽ ശക്തമായ മഴയിൽ 5 മരണം. മരിച്ചവരിൽ 2 കുട്ടികളും ഉൾപ്പെടുന്നു. മതിലിടിഞ്ഞ് വീണാണ് സഹോദരങ്ങളായ 10 വയസ്സുകാരനും 15കാരനും മരിച്ചത്. വെസ്റ്റ് ഖാസി മലനിരകളിലാണ് മഴക്കെടുതി രൂക്ഷമായിട്ടുള്ളത്. വാബെ നദിയിലെ ഒഴുക്കിൽപ്പെട്ടാണ് മറ്റ് 3 പേർ മരിച്ചത്. അസമിലും കനത്ത മഴ തുടരുകയാണ്. ശക്തമായ മഴയിൽ ബ്രഹ്മപുത്ര നദിയിലെ ജലനിരപ്പ് ഉയർന്നു.
ലഖിംപൂർ, ഗുവാഹട്ടി എന്നിവിടങ്ങളിലാണ് അസമിൽ മഴക്കെടുതി രൂക്ഷമായിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകരുടെ പ്രവചനം. കണ്ണൂർ മേയർ സ്ഥാനത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന് മുസ്ലിം ലീഗ്. മേയർ സ്ഥാനം പങ്കിടാമെന്ന ധാരണ പാലിക്കണമെന്ന് ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലേരി പറഞ്ഞു. കെ സുധാകരനുമായി ലീഗ് നേതാക്കൾ നടത്തിയ ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞു. ലീഗിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് 2.5 വർഷം എന്ന് തന്നെയാണ്. അത് സംബന്ധിച്ച് നേരത്തെ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത്, അതിനുശേഷം സത്യപ്രതിജ്ഞ നടക്കുന്ന സമയത്തൊക്കെ രൂപപ്പെട്ടു വന്നിട്ട് ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിലുള്ള തുടർ ചർച്ചയാണ് ഇപ്പം നടന്നിട്ടുള്ളത്. അത് സംബന്ധിച്ച് കുറച്ചുകൂടി ഗൗരവതരത്തിലുള്ള ഒരു ആലോചന വേണം എന്ന് KPCC പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായും അത് എത്രയും പെട്ടെന്ന് ഉണ്ടാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. 2.5 വർഷം വേണമെന്ന നിലപാട് തന്നെയാണ് ലീഗ്. അതെ, അതിൽ മാറ്റമൊന്നുമില്ല. ആലപ്പുഴ CPM-ലെ വിഭാഗീയത ചർച്ച ചെയ്യാൻ 2 ദിവസം നീളുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം നാളെ ചേരും. ലഹരിക്കടത്ത് വിവാദവും ഉൾപ്പെടെയുള്ള വിഷയങ്ങളും നേതൃയോഗത്തിൽ ചർച്ചയാകും. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ നേതൃത്വത്തിലാണ് യോഗം. ആലപ്പുഴ സൗത്ത്, നോർത്ത്, തകഴി, ഹരിപ്പാട് ഏരിയ കമ്മിറ്റികൾ കേന്ദ്രീകരിച്ച് സമ്മേളന കാലയളവിൽ കടുത്ത വിഭാഗീയത ഉണ്ടായതായി സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രവർത്തന റിപ്പോർട്ടിലടക്കം രേഖപ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെ സംസ്ഥാന കമ്മിറ്റി രൂപീകരിച്ച TP രാമകൃഷ്ണൻ, PK ബിജു കമ്മീഷൻ ആലപ്പുഴയിലെ പ്രവർത്തകരിൽ നിന്നും വിവരങ്ങൾ തേടിയിരുന്നു. കമ്മീഷൻ റിപ്പോർട്ട് സംസ്ഥാന കമ്മിറ്റിയിൽ അവതരിപ്പിച്ച ശേഷമാണ് തുടർ നടപടികൾക്കായി ജില്ലാ സെക്രട്ടേറിയറ്റും കമ്മിറ്റിയും ചേരുന്നത്. വിഭാഗീയ പ്രശ്നങ്ങൾക്കൊപ്പം ലഹരിക്കടത്ത് വിവാദം, ഹരിപ്പാട് സഹകരണ ബാങ്ക് തട്ടിപ്പ് എന്നീ കമ്മീഷൻ റിപ്പോർട്ടുകളും സംസ്ഥാന സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ അവതരിപ്പിക്കപ്പെടും. ഇതിന് മുന്നോടിയായി സമ്മേളന വിഭാഗീയതയുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ട 35ഓളം പേരിൽ നിന്നും സംസ്ഥാന കമ്മിറ്റി വിശദീകരണം തേടിയിരുന്നു. നടപടികളുടെ ഭാഗമായി ചില കമ്മിറ്റികൾ പിരിച്ചുവിടാനും പുനഃസംഘടിപ്പിക്കപ്പെടാനും സാധ്യതയുണ്ട്. കഴിഞ്ഞ കാലയളവിൽ CPM-നെ ഏറ്റവും അധികം പ്രതിസന്ധിയിലാക്കിയ ലഹരിക്കടത്ത് വിവാദത്തിലും കർശന നടപടികളിലേക്ക് നേതൃത്വം നീങ്ങാനാണ് സാധ്യത. ന്യൂസ് 18 ആലപ്പുഴ. ദുരന്ത നിവാരണത്തിന്റെ കാര്യത്തിൽ രാജ്യം മാതൃകയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിലാണ് ബിബർജോയ് ചുഴലിക്കാറ്റും പ്രതിരോധ നടപടികളും മോദി പരാമർശിച്ചത്. ചുഴലിക്കാറ്റ് ഗുജറാത്തിലെ കച്ചിൽ വളരെയധികം നാശം വിതച്ചു. എന്നാൽ കച്ചിലെ ജനങ്ങൾ പൂർണ്ണ ധൈര്യത്തോടെയും തയ്യാറെടുപ്പോടെയും അതിനെ നേരിട്ടതായും പ്രധാനമന്ത്രി പറഞ്ഞു. മിയാവാക്കി വത്കരണ രീതിയെക്കുറിച്ചും പ്രധാനമന്ത്രി പരാമർശിച്ചു. മിയാവാക്കി ഇന്ത്യ അതിവേഗം സ്വീകരിക്കുന്നു. കേരളം, തമിഴ്നാട്, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ ഈ രീതിക്ക് പ്രചരണം ലഭിക്കുന്നുണ്ട്. മലയാളിയായ റാഫി രാമനാഥന്റെയും മോദി പ്രസംഗത്തിൽ പരാമർശിച്ചു. जापान की तकनीक मियावाकी, अगर किसी जगह की मिट्टी उपजाऊ नहीं रही हो तो मियावाकी तकनीक उस क्षेत्र को फिर से हरा भरा करने का बहुत अच्छा तरीका होती है। मियावाकी जंगल तेजी से फैलते हैं और 2-3 दशक में जैव विविधता का केंद्र बन जाते हैं। अब इसका प्रसार बहुत तेजी से भारत के भी अलग अलग हिस्सों में हो रहा है। हमारे यहाँ केरला के एक टीचर श्रीमान राफी रामनाथ जी ने इस तकनीक से एक इलाके की तस्वीर ही बदल दी। दरअसल रामनाथ जी अपने स्टूडेंट्स को प्रकृति और पर्यावरण के बारे में गहराई से समझाना चाहते थे। इसके लिए उन्होंने एक हर्बल गार्डन ही बना डाला। उनका ये गार्डन अब एक बायोडायवर्सिटी जोन बन चुका है। उनकी इस कामयाबी ने उन्हें और भी प्रेरणा दी। इसके बाद राफी जी ने मियावाकी तकनीक से एक मिनी फॉरेस्ट यानी छोटा जंगल और इसे नाम दिया विद्या वनम।